everyone for coming. So Rinesh K and Bipin, ഇവരുടെ രണ്ടുപേരുടെ ഡെബ്യൂട്ട് മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം 21 grams എന്നുള്ളതാണ് അല്ലെ. ആ ഒരു മൂവി നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ഹൃദയത്തിൽ ഏറ്റി അവർ മനോഹരമാക്കുമ്പോ അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന DYSP അനുപേടനാണ് അതിന്റെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. ആ ഒരു മൂവിയില് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. നിരൂപകർ എല്ലാവരും ഒന്നടങ്കം പോസിറ്റീവ് റെസ്പോൺസ്. ആൻഡ് മിസ്റ്റർ റിനീഷിന്റെ പാരന്റ്സ്, അവരെയും ഞാൻ ഏറെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So in 2 minutes we'll start. Thank you. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല തന്നിരിക്കുന്ന ഒരു സമയത്തിന്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 1 മിനിറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്യണം, എന്നിട്ടാണ് ആ ശുഭസമയം ആവുള്ളൂ. അതുകൊണ്ടുള്ളതാണ് എനിക്ക് മൈക്ക് ചെയ്യുന്നത്. ഈ ഒരു സംരംഭത്തിന് ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഞാനടക്കം ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ദിസ് എൻറ്റയർ ടീം. ഒരു സിനിമ ഏത് സമയത്തും നമ്മൾ വളരെ ദൈവികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാവരുടെയും എഫേർട്ട്, ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ സ്പോട്ട് ബോയുടെ അടക്കം എഫേർട്ട് ഉള്ളൊരു സംഭവമാണ്. പത്രം കൂടി ചെയ്യാനും ആളുകളുടെ ഫാമിലിയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം, യു ടു ആൻഡ് ദ പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് എവറിബഡി. ലിസ്റ്റിൻ സ്റ്റീഫൻ, ഓഫ് കോഴ്സ് യു വിൽ ബി ഡൂയിങ് സംതിങ് ഫോർ ദിസ് ഫിലിം. Anyway, he's a friend, so I can take that liberty. Thank you so much. God bless you all and wish all the best to the team. Thank you. സാഹസം മൂവിയുടെ ഒരു തുടക്കം വളരെ മനോഹരമായിട്ട് തന്നെ തിരി തെളിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ റിനീഷിന്റെ പാരന്റ്സ്. ഫാമിലി എല്ലാവർക്കും കടന്നു വരാട്ടോ. Cast and crew members, I hope everyone is here. Yes, that's a beautiful moment. സാഹസം മൂവിയുടെ ക്യാമറ സ്വിച്ച് ഓൺ. ഈ ഒരു മൂവി ഈ കൊല്ലത്തെ ബ്ലോക്ക് ബസ്റ്റർ ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇവരുടെ ഫസ്റ്റ് ഒന്നിച്ചുള്ള ഒരു ഫസ്റ്റ് മൂവിനേക്കാളും 100 ഇരട്ടി സൂപ്പർ ആകട്ടെ ഈ ഒരു മൂവി. Okay, yes, thank you so much everyone. സോ അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇവരിൽ നിന്ന് കേട്ടറിയാം. സാധ്യമായിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ റിനീഷ് കെ, അദ്ദേഹം എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങൾ രണ്ടുപേരും മിണ്ടി കഴിഞ്ഞ് ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കോമഡി ത്രില്ലർ, രണ്ടാമത്തെ ഹൊറർ ത്രില്ലറായിരുന്നു. അപ്പോൾ ഈ സിനിമ ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് പറയണില്ല. സോ ഫസ്റ്റ് ഹാഫ് ഒരു തമാശയും സെക്കൻഡ് ഹാഫ് ബിബിന്റെ സ്ഥിരം പരിപാടിയുള്ള ത്രില്ലറാണ്. സോ ദാറ്റ്സ് ഹൗ അങ്ങനെയാണ് ഇതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും IT ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരാണ്. സോ ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കുറെ IT കാരെ കാണാം, ഇൻഫോ പാർക്ക് കാണാം. അങ്ങനെയുള്ള ഒരു മൂഡിലാണ് സാധനം എടുക്കുന്നത്. സോ വി ഗോട്ട് ലൈക്ക് ടാലന്റഡ് പീപ്പിൾ ലൈക്ക് സണ്ണി, നരേൻ, ബാബു ചേട്ടൻ, വൈ ചേട്ടൻ. സോ ലോട്ട് ഓഫ് ആൾക്കാരുണ്ട് ഇതിനകത്ത് സിനിമയ്ക്കകത്ത്. ഇറ്റ്സ് ആക്ച്വലി ഒരു ഫൺ ഫീൽഡ് മൂവി ആയിരിക്കും ഫോർ ഓൾ ഓഫ് യു, ഐ എം ഷുവർ. ഇപ്പോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണ്. റിനീഷ് പറഞ്ഞ പോലെ IT പശ്ചാത്തലം ഈ സിനിമയിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ത്രില്ലർ, അഡ്വഞ്ചറസ് ത്രില്ലറിൻ്റെ ഒരു സ്വഭാവം, ഈ ഹ്യൂമർ പാക്കേജും. എനിക്ക് തോന്നുന്നത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോട്ടൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. 21 grams ആയിരുന്നു ഞാൻ എഴുതി സംവിധാനം ചെയ്ത ആദ്യ സിനിമ. അത് അത്യാവശ്യം നല്ല പ്രേക്ഷക പ്രതികരണം കിട്ടി, വലിയ സന്തോഷം. ആ സിനിമ ഉണ്ടാവാൻ കാരണമായ, വിജയിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്.
ഗ്രാംസിന്റെ പ്രൊഡ്യൂസറും ഈ സിനിമയുടെ പ്രൊഡ്യൂസറും എൻ്റെ സുഹൃത്തുമായ റനീഷ്, പിന്നെ കുറെ പേരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നത് ഇനി